പാലോട് രവിയുമായുള്ള സംഭാഷണം പുറത്തായതിനു പിന്നിൽ പ്രദേശത്തെ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയെന്ന് പാർട്ടി പുറത്താക്കിയ എ ജലീൽ 24-നോട് വിഭാഗീയത കാണിച്ച് പ്രസ്ഥാനത്തെ നശിപ്പിക്കരുതെന്നാണ് പാലോട് രവി പറഞ്ഞത്. ഫോൺ സംഭാഷണം അയച്ചു കൊടുത്തത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നും എ ജലീൽ പറഞ്ഞു. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. സലിം, ഇതൊക്കെ സംഭവിച്ചു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും പറയുന്നുണ്ട്, ഈ ഫോൺ സംഭാഷണം അത് റെക്കോർഡ് ചെയ്യുക, വ്യക്തിപരമായ സംഭാഷണം റെക്കോർഡ് ചെയ്യുക, അതിങ്ങനെ പുറത്താക്കുക, അതൊക്കെ മോശമായ കാര്യമാണെന്ന് പറയുന്നു. പക്ഷേ അതിൽ പുറത്തു വന്നത് വലിയ പ്രശ്നങ്ങളും ഗൗരവമേറിയ പ്രശ്നങ്ങളുമാണ്. അതങ്ങനെ കനക്കുകയാണ്. അപ്പോൾ ഈ ജലീൽ എന്താണ് പറയുന്നത്? സ്മിത, ഇതുമായി ബന്ധപ്പെട്ട് ഈ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന എ ജലീലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പാലോട് രവിയുമായി ഫോൺ സംഭാഷണം നടത്തിയ വ്യക്തിയായിരുന്നു ഈ എ ജലീൽ. ഈ ഫോൺ സംഭാഷണം എങ്ങനെ പുറത്തു വന്നു എന്നതിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നത് ആവശ്യപ്പെട്ടുള്ള വലിയ വികാരം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി ജലീൽ 24-നോട് പങ്കുവച്ചത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് താനല്ല, തലേക്കുന്നിൽ ബഷീർ മുൻ എം പി ആയിരുന്ന തലേക്കുന്നിൽ ബഷീറുമായി ബന്ധപ്പെട്ട അനുസ്മരണ പരിപാടിക്കായി പാലോട് രവിയെ ക്ഷണിച്ചതാണ്. അതിന്റെ സംഘാടകരിൽ ഒരാൾ പാലോട് രവിയെ ക്ഷണിച്ചതിന് തെളിവ് ചോദിച്ചപ്പോൾ താൻ ആ സംഭാഷണം അയച്ചു കൊടുത്തതാണ്. അതിങ്ങനെ പുറത്തു പോകുമെന്ന് കരുതിയില്ല. അതിന് പിന്നാലെ തന്നെ ഈ പ്രദേശത്തുള്ള കോൺഗ്രസിനുള്ളിലെ തന്നെ വിഭാഗീയത മൂലമാണ് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ വിഷയം ഈ ശബ്ദ സന്ദേശം പുറത്താക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ എ ജലീൽ ഉയർത്തുന്ന ആരോപണം. മാത്രമല്ല, ഈ വിഷയത്തിൽ പാലോട് രവി വളരെ സദുദ്ദേശത്തോടുകൂടി തന്നോട് ഉപദേശങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.